നമസ്കാരം. സിനിമാ മേഖലയിലെ പ്രതിസന്ധികളെക്കുറിച്ച് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹേമ റിപ്പോർട്ട് വന്നത് ഒരു വലിയ ഞെട്ടലുളവാക്കുന്ന റിപ്പോർട്ടായിപ്പോയി. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് ചുരുക്കം ചിലരൊഴികെ ബാക്കി എല്ലാവർക്കും നേരെ വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും സാഹചര്യങ്ങളൊക്കെ അങ്ങനെ നിലനിൽക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഹേമ റിപ്പോർട്ടിനെ ആസ്പദമാക്കി സർക്കാർ ആ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് സിനിമാ മേഖലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തീരുമാനിക്കുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യം ഇതാണ്: ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപവും മൊഴികളും സർക്കാർ അന്വേഷണ സംഘത്തിന് വൈകാതെ കൈമാറിയേക്കും എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ കോടതി വിധി കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ എന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, റിപ്പോർട്ടിന്മേലെ ചില കർശനമായ നടപടികൾ വയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ മൊഴികൾ നൽകുന്നവരുടെ മൊഴികൾ സംരക്ഷിക്കപ്പെടണമെന്ന് WCCയും പറയുന്നുണ്ട്. ഒരാളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. സ്വകാര്യതകൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണല്ലോ പൊതുമേഖലയിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്ന പരാതികൾ. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ മാത്രമല്ല, പല മേഖലയിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരാറുണ്ട്. എന്നാൽ ആരോപണങ്ങൾ വന്നാൽ അത് അന്വേഷിക്കുകയോ അതിനു വേണ്ടുന്ന തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാതെ പോയാൽ നാളെയും ഇതൊക്കെ തന്നെ ആവർത്തിക്കപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. ഏറെ രഹസ്യമായി സൂക്ഷിച്ച റിപ്പോർട്ടായിരുന്നു ഹേമ റിപ്പോർട്ട്. എന്നാൽ അത് കൂടുതൽ പേരിലേക്ക് എത്തിയേക്കാവുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. കാരണം ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും അത് സർക്കുലേറ്റ് ചെയ്യപ്പെടും. ഈ സോഷ്യൽ മീഡിയയുടെ ശക്തമായ ഉപയോഗം, സ്വാധീനവും എത്ര കണ്ട് വലുതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ശക്തിയെ കുറച്ച് കാണാൻ പറ്റത്തില്ല. എന്നാൽ അടുത്ത ദിവസം ആകാം പ്രതികരണം. അതുവരെ മറ്റുള്ളവരിലേക്ക് ചെല്ലുകയില്ല എന്നൊന്നും നമുക്ക് പറഞ്ഞ് തടഞ്ഞു നിർത്താനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. പണ്ട് കാലം പോലെ എഴുതി പുറപ്പെടുവിച്ച് പബ്ലിഷ് ചെയ്യുന്ന, പിന്നീട് എപ്പോഴേലും പബ്ലിഷ് ചെയ്യുന്ന രീതികളൊന്നും അല്ലല്ലോ. നിമിഷ നേരം കൊണ്ട് ആർക്കും എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും ആ രീതിയിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സ്വാതന്ത്ര്യത്തോടുകൂടിയാണ് സോഷ്യൽ മീഡിയയുടെ സജീവമായ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫ്ലാഷ് ന്യൂസ് ആകുകയും അത് ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണുള്ളത്. ലോകം മുഴുവൻ എത്തുകയാണ്. നിമിഷ നേരങ്ങൾ കണ്ടാണ് ഇത് എത്തുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഇന്റർനെറ്റിന്റെ വേഗതയും അതുപോലെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനമൊക്കെ എത്രമാത്രം ശക്തമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഏതായാലും ഈ ദിവസങ്ങളിൽ സർക്കാർ എടുക്കുന്ന നടപടികൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, ഒന്ന് കാത്തിരിക്കാം. ഏതായാലും ചില കാര്യങ്ങൾ ആവശ്യത്തോട് ബന്ധത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.